ഇനിയുള്ളത് അവസാനത്തേതായിട്ടുള്ള മീനക്കൂറാണ്. ഊരുരുട്ടാതിയുടെ അവസാനത്തെ പാദവും ഉത്രട്ടാതിയും രേവതിയും ഈ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനക്കൂറ്. 12ാം ഭാവത്തിലാണ് ബുധശുക്രന്മാർ. 6-ാം തീയതിക്ക് ശേഷമാണ് ശുക്രനും 12ലേക്ക് വരുന്നത്. ലഗ്നത്തിൽ ശനിയും 4-ൽ വ്യാഴവുമാണ്. ഒരുപാട് മനപ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചേക്കാം. എന്നാൽ നമുക്ക് നമ്മളറിയാതെ അഥവാ സ്വന്തം ഐഡൻറ്റിറ്റി പുറത്ത് പറയാത്ത രീതിയിലുള്ള വ്യക്തികൾ നമ്മളെ സഹായിക്കും എന്ന് അത് അറിയുന്നത് പോലും നമുക്ക് ആ സഹായം കിട്ടിയതിന് ശേഷമായിരിക്കും. അങ്ങനെയുള്ള ചില ഗുണഭാവങ്ങളും കൂടെ അവർക്ക് ഉണ്ടായിരിക്കും. തന്നെ നാം അറിയാതെ നമ്മളെ ശ്രദ്ധിച്ച് നമുക്ക് വേണ്ടതായിട്ടുള്ള സഹായങ്ങളും ഒക്കെ കിട്ടുന്നതായിട്ടും അതിനുള്ള ഈശ്വരാധീനം അഥവാ അതിനുള്ള ദൈവാനുഗ്രഹം അവർക്ക് ഉണ്ടാകും. ധനപരമായിട്ട് ചിലവ് വർദ്ധിക്കും. അതുപോലെ തന്നെ മെൻ്റൽ സ്ട്രെസ്സ് കാരണം ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഉറക്കക്കുറവും മറ്റുമൊക്കെയാണ്. അതും ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ നിന്ന് ഒരു ഒറ്റപ്പെടൽ, കുടുംബപരമായിട്ടുള്ള കുടുംബ ബന്ധങ്ങളിൽ ശക്തമായിട്ടുള്ള ഒരു അവസ്ഥയല്ല, താൻ ഒറ്റയ്ക്കാണ് എന്നുള്ള തോന്നൽ, അതുപോലെ കുടുംബാംഗങ്ങളുമായിട്ട് ഏതെങ്കിലും വിധേന അകന്ന് മാറി താമസിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വരികയും ആ കാലത്ത് ഈ ഒറ്റപ്പെടൽ കൂടുതൽ തീവ്രമായിട്ട് ഉണ്ടാവുകയും അതുമൂലമുണ്ടാകുന്ന സ്ട്രെസ്സ് അനുഭവിക്കാനും സാധ്യതയുണ്ട്. പരിഹാരമായിട്ട് പഞ്ചാക്ഷര മന്ത്രം നമഃശിവായ എന്ന മന്ത്രം ജപിക്കുക. നമഃശിവായ മന്ത്രം കൊണ്ട് ഉള്ള അർച്ചനാദികൾ അഥവാ ശിവക്ഷേത്രത്തിൽ ഇങ്ങനെയുള്ള വഴിപാടുകൾ നടത്തുന്നതും ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഒക്കെ ഗുണപരമാണ്. അവിടെ നമുക്ക് നല്ല ഫലങ്ങളെ തരുന്നതാണ്. അതുപോലെ തന്നെ ദാനം ചെയ്യുന്നതും, കറുത്ത എള്ള് ദാനം ചെയ്യുക, ഇതൊക്കെയും നല്ല കാര്യങ്ങളാണ്. ഫെബ്രുവരി 1-ാം തീയതി തൈപ്പൂയമാണ്. ഈ പൂയം എന്നുള്ളത് പുഷ്യ നക്ഷത്രം എന്നാണ് അതിന് പറയുക. ഇതിൻ്റെ അധിദേവത സുബ്രഹ്മണ്യനാണ്. സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞാൽ ആ പേര് പോലും എല്ലാ ഈശ്വരന്മാർക്കും സുബ്രഹ്മണ്യ നമസ്തേസ്തു നമഃ പുരുഷ പൂർവജ നമഃ എന്ന് പറയാറുണ്ട്. അതായത് ഏത് ദേവനും യോജിക്കുന്ന അഥവാ ഉപയോഗിക്കാവുന്ന പേരാണ് സുബ്രഹ്മണ്യൻ. സുബ്രഹ്മണ്യോഹം എന്ന് പറഞ്ഞാണ് ജീവാത്മ പരമാത്മ ബന്ധം, ബ്രഹ്മമായിട്ടുള്ള സംയോഗം സൂചിപ്പിക്കുന്നതാണ് ആ സുബ്രഹ്മണ്യൻ എന്നുള്ള പേര് തന്നെ. സുബ്രഹ്മണ്യൻ പുരാണ കഥാപാത്രമായിട്ട് വരുമ്പോൾ എല്ലാത്തിൻ്റെയും ഗുരുവാണ്. സാക്ഷാൽ സദാശിവൻ ഗുരു, ഈശ്വരൻ്റെ പോലും ഗുരു, ശിവൻ്റെ പോലും ഗുരുവായിട്ടിരിക്കുന്നത് സുബ്രഹ്മണ്യനാണ്. സുബ്രഹ്മണ്യൻ്റെ സ്ഥാനമാകട്ടെ ഈ മൂലാധാരം മുതൽക്ക് സഹസ്രാരം വരെ ഉള്ള നാഡിയുടെ ഏറ്റവും മുകളിലുള്ള സഹസ്രാരപത്മത്തിൻ്റെയും മുകളിലായിട്ട് അഥവാ അതിൻ്റെ മധ്യത്തിലായിട്ടുള്ള ബ്രഹ്മരന്ധ്രത്തിലാണ് അദ്ദേഹത്തിൻ്റെ. ഇനി അതിന് മുകളിലേക്ക് മറ്റൊന്നില്ല. ഇതാണ് ഗുരുസ്ഥാനം എന്ന് പറയുന്നത്. അതാണ് അങ്ങനെയുള്ളതായിട്ടുള്ള ദേവസങ്കല്പമാണ് സുബ്രഹ്മണ്യൻ എന്നുള്ളത്. ഈ സുബ്രഹ്മണ്യൻ എന്തിൻ്റെയും ഗുരുവാണ്. വിശേഷിച്ച് ജ്യോതിഷത്തിൻ്റെയും ജ്യോതിശാസ്ത്രത്തിൻ്റെയും ഒക്കെ ഗുരു ഈ സുബ്രഹ്മണ്യൻ തന്നെയാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള സുബ്രഹ്മണ്യനെ പൂജിക്കാൻ വിശേഷേണ തിരഞ്ഞെടുത്തിട്ടുള്ള ദിവസമാണ് ഈ തൈപ്പൂയം. അത് ഈ മാസം ഫെബ്രുവരി മാസം 1-ാം തീയതിയാണ്. അന്നേ ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നമുക്ക് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രം മുഖേനയാണ് ഇതൊക്കെ നമുക്ക് ഈശ്വരാരാധനാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുക. ആയതുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തുന്നതും അവിടെ പോയി വഴിപാടുകൾ നടത്തുക, അവിടെ വ്രതമെടുക്കുക, ഇതൊക്കെയും നമുക്ക് ഭാവിയിലേക്ക് വളരെ വളരെ ഗുണങ്ങൾ, നമ്മുടെ ഉപാസനാ സംബന്ധമായിട്ട് ഉയർച്ചയിലേക്ക് പോകേണ്ടവർക്ക് അങ്ങനെ, പഠന സംബന്ധമായിട്ട്, അതുപോലെ തന്നെ രോഗാദികളിൽ നിന്നുള്ള മുക്തി, ഇങ്ങനെയുള്ള സകല ഫലങ്ങളും ഈ സുബ്രഹ്മണ്യസ്വാമി തരുന്നതാണ്. അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ദിവസമാണ് ഈ തൈപ്പൂയം എന്ന് പറയുന്നത്. നമസ്കാരം.